മോർണിംഗ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ഇവിടെ ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ റോയ് CJയുടെ മരണവും അതുമായി ഉണ്ടായ പല പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ വലിയ നഷ്ടം, എൻ്റെ പേഴ്സണലായിട്ട് എനിക്കുണ്ടായ നഷ്ടം, എൻ്റെ എല്ലാ ഡയറക്ടേഴ്സ് സ്റ്റാഫുകൾക്കും ഉണ്ടായ നഷ്ടം എന്നും, അതുപോലെ അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരികളായിരുന്ന പല ആൾക്കാർ ദുബായിലും ഇവിടെയുള്ള കാരുടെയും എല്ലാം ദുഃഖവും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അതിന്റെ നഷ്ടം അവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണെന്ന് പറയാം. ഒരു മോട്ടിവേറ്റർ ആയിരുന്നു എല്ലാവർക്കും. അപ്പോ ആ രീതിയിൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ അത് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാവർക്കും മരണം ഒരു നിശ്ചയമായ കാര്യമാണ്. ചിലവർ നേരത്തെ മരിക്കുന്നു, ചിലവർ വളരെ താമസിച്ചും മരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചിട്ടുള്ളതാണ്. ഇതിന് എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത്, കോൺഫ്ലൻ ഗ്രൂപ്പിന്റെ ക്ലയൻസുകൾ, അവർക്കുള്ള ആ ബുദ്ധിമുട്ട്, അവർക്കുള്ള മാനസികമായ സമ്മർദ്ദം, കാരണം ചെയർമാനായിരുന്നു കമ്പനിയുടെ ഫേസ്. അപ്പോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് എന്തുണ്ടാവും, എന്തായിരിക്കും പ്രശ്നങ്ങൾ, ഫ്യൂച്ചർ എന്താണ് എന്നുള്ള ബുദ്ധിമുട്ടുകളെല്ലാം, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ സേഫ്റ്റി എന്താണ് എന്നുള്ള ബുദ്ധിമുട്ടുകൾ അത് എല്ലാവർക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. അതനുസരിച്ച് ധാരാളം പേര് ഓഫീസിലേക്ക് വിളിക്കുകയുണ്ടായി, മെയിൽ അയക്കുകയുണ്ടായി. താങ്ക് യു വെരി മച്ച്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ 26-ാം തീയതി വന്നു. ഇന്നുവരെ ഇന്നിവിടെ മരിച്ചതിന് ശേഷം പിന്നെ അതിന്റെ എല്ലാം എന്താ പറയാ, ഹിയറിങ്ങും പോലീസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യണമായിരുന്നു. ഇന്നും ഞാനിവിടെ തന്നെ നിൽക്കുന്നത്. ഇന്ന് 4-ാം തീയതി. കാരണം ഇന്നും പോലീസ് സുപ്പീരിയേഴ്സുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം പറഞ്ഞിരുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റില്ല. കാരണം ഞാനാണ് കമ്പനിയുടെ MD. അതേപോലെ തന്നെ ആ മരിക്കുന്ന സമയത്തും ഇവിടെയെല്ലാം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ അതിൻ്റെതാണ് സീനിയർ ആയിട്ടുള്ള ഒരാൾ, അവരുടെ ഫാമിലി, പുള്ളിക്കാരന്റെ ഫാമിലി അവിടെയായിരുന്നു, ദുബായിലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞ പത്രസമ്മേളനം നടത്താൻ പറ്റാതായത്. കാരണം അതിലൂടെ എല്ലാവർക്കും കമ്പനിയുടെ എന്താണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടിയായിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം 2 സ്ഥലത്താണ് കൂടുതലായിട്ടും ഓപ്പറേഷൻ നടക്കുക. ഒന്ന് ബാംഗ്ലൂർ ആൻഡ് കൊച്ചി. ബാംഗ്ലൂര് ഇവിടുത്തെ ഓപ്പറേഷൻ കേരളത്തിലെ പോലെയല്ല. ഇവിടെ അപ്പാർട്ട്മെന്റുകളുടെ ഇത് കുറവാണ്. ഇവിടെ കൂടുതലും ചെയ്യുന്നത് പുള്ളി ഒരു 2-3 വർഷമായിട്ട് മാസ്റ്റർ ഡെവലപ്പർ എന്ന നിലയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഈ മാസ്റ്റർ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കണക്കിന് ഏക്കർ, 10, 20, 50 ഏക്കറൊക്കെ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് വലിയ മറ്റുള്ള ബിൽഡേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കും, ജോയിന്റ് വെഞ്ചറായിട്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ബുദ്ധിമുട്ടുകളും ഇന്നത്തെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരുന്നു അദ്ദേഹം ഇത് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഇല്ല. ലാൻഡിന്റെ ജോയിന്റ് വെഞ്ചർ കൊടുത്തിരിക്കുന്ന ആ പൈസ ബാങ്കിലൂടെ വരുന്നു, അത്രയേ ഉള്ളൂ. MD എന്ന നിലയിൽ കോൺഫ്ലൻ ഗ്രൂപ്പിന്റെ കേരളത്തിലെ എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ നേരിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഡയറക്ടേഴ്സിന്റെയും സ്റ്റാഫിന്റെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വേറൊരുവിധ പ്രശ്നങ്ങളോ ഒന്നിനെ കുറിച്ചും ഒരാളും ബോധരാണ്ട് ഇറ്റ് വിൽ ബി ഗോയിങ് ആസ് യൂഷ്വൽ. പിന്നെ അതിന്റെ ചെയർമാൻ മരിച്ച ദിവസവും അത് കഴിഞ്ഞ് ഞായറാഴ്ച ദിവസവും തിങ്കളാഴ്ച പകുതിക്ക് വെച്ചിട്ടും വർക്കുകളൊന്നും നടന്നിട്ടില്ല. ബിക്കോസ് കുറെ സ്റ്റാഫുകളെല്ലാം ഇങ്ങോട്ട് പോരേണ്ടി വന്നു. അപ്പൊ അതാണ് അതിന്റെ സത്യം. സോ അതുകൊണ്ട് വളരെ എസ്റ്റീംഡ് ക്ലയൻസ്, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധരാക്കേണ്ട. നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഒരു പൈസ പോലും നഷ്ടപ്പെടും. അതിനെപ്പറ്റി ബോധരാക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം
ഇവിടെ ആക്ച്വലി ദ ബാംഗ്ലൂർ ഡിവിഷൻ വാസ് റൺ ബൈ ചെയർമാൻ ആൻഡ് കേരള ഡിവിഷൻ റൺ ബൈ മീ. ദാറ്റ് വാസ് ദ ഇക്വേഷൻ. സോ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഇടപെടില്ല. അപ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ കാര്യങ്ങളെല്ലാം അതേപോലെ നടക്കും, ബാംഗ്ലൂരിലെ കാര്യങ്ങൾ അതേപോലെ നടക്കും. അവിടെയും എന്റെ സഹായങ്ങൾ കൊടുക്കണേ ഞാൻ തീർച്ചയായിട്ടും അവിടെ എന്റെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഇവിടെ ഈ വേറെ ക്ലയൻസുകളില്ല ഇനി. അപ്പൊ അതുകൊണ്ട് ദർ ഇസ് നോ പ്രോബ്ലം. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് പല പല നെഗറ്റീവ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾക്കറിയാം നമ്മൾ മലയാളികളുടെ ഒരു നേച്ചറാണല്ലോ. അപ്പോ ആ നെഗറ്റീവ് ന്യൂസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പല പല അലിഗേഷൻ, പല പല കാര്യങ്ങൾ. എന്തോ ഞങ്ങളുടെ കമ്പനിയുടെ അകത്ത് ബോർഡിലുള്ള ആളെ പോലെയാണ് അവരോട് സംസാരിക്കുന്നത്. പൈസ കൊടുക്കാണ്ട് പൈസ അവിടെ നിന്നെടുത്തു, കട്ടു, മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഇതൊന്നും ഒരു സ്ഥാനവും കമ്പനിയിലില്ല. ഞങ്ങളെ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത്, ഞങ്ങളെന്നാണ് ചെയർമാൻ ടിൽ ദ സെക്യൂരിറ്റി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് മുന്നോട്ട് പോയി അന്നു വേണ്ട ആഹാരത്തിനുള്ള പണിയെടുത്തിട്ടാണ് ഞങ്ങൾ ഈ കമ്പനിയെ കെട്ടിപ്പുറത്തിരിക്കുന്നത്. അല്ലാതെ ഒരാളുടെ പൈസയോ ഒരു ബിൽഡറിന്റെ ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ പൈസയോ കള്ളക്കടത്ത് പണമോ അല്ലെങ്കിൽ അവിടത്തെ പണമോ ഇവിടത്തെ പണമൊന്നും ഇവിടെ ഇല്ല 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 ഇല്ല. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതൊന്നും നിങ്ങൾ കേട്ട് ഗണിക്കണം. എന്നാൽ ഇവരെ ഉണ്ടെങ്കിൽ വരട്ടെ, അതൊക്കെ ആയിട്ട് വരട്ടെ, അപ്പോൾ നമുക്കത് നോക്കാം. അതുപോലെ തന്നെ വേറൊരു അലിഗേഷനാണ് ഞാൻ കേട്ടത്. അതായത് ഇത് ഇഡിയുടെ സെർച്ചാണ്. അതുപോലെ തന്നെ ഫെമയുടെ ആണോ അല്ലെ PMLA-യുടെ ആണോ അല്ലെങ്കിൽ എന്താണ് CBI, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല പല ന്യൂസ് ചാനലുകൾ, അതായത് തേർഡ് റേറ്റ് ന്യൂസ് ചാനലുകളിലല്ല, ന്യൂസ് ചാനൽ ഇൻ ദ സെൻസ് യൂട്യൂബേഴ്സ്, അവരിൽ നിന്നെല്ലാം വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള യൂട്യൂബേഴ്സ്, നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിലും ഒരു 4-5 വിരലെണ്ണാവുന്നവരാണ് ഇങ്ങനെയുള്ള ഈ ന്യൂസുകളൊക്കെ നെഗറ്റീവ് ന്യൂസുകളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൂഫോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുക. ഞാൻ 6-ാം തീയതി തൊട്ട് എൻ്റെ ഓഫീസിൽ ഉണ്ടാവും. കാലത്ത് 8:30 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഞാൻ ഉണ്ടാവും. എനി ടൈം യു ക്യാൻ ബ്രിങ് ഇറ്റ്, ദെൻ ഐ വിൽ റിവാർഡ് യു ദെൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇല്ലാത്ത കാര്യം, നിങ്ങൾ എന്തോ കമ്പനിയുടെ അകത്തുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ CBI-യിലോ ED-യിലോ വർക്ക് ചെയ്യണമെന്ന് പോലെയാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികൾ വർക്ക്, ഇൻകം ടാക്സുകാരെ കുറിച്ചും കുറെ കാര്യങ്ങൾ. ഇതൊന്നും സത്യമായ കാര്യങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഞാൻ യൂട്യൂബുകാരെ മനസ്സിലാക്കാൻ വേണ്ടിയല്ല പറഞ്ഞു. ഇത് കേട്ടിട്ട് വളരെയധികം ചിലപ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ദുഃഖിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ക്ലയൻസും അതുപോലെ ഞങ്ങളുടെ വെൽവിഷേഴ്സും അതുപോലെ ചെയർമാന്റെ ഫ്രണ്ട്സും മറ്റുള്ളവർക്കും ഇതൊക്കെ വളരെയധികം, അതുപോലെ പിള്ളേരുടെയും അവരുടെ ഫാമിലിയുടെ, ഏറ്റവും ഇമ്പോർട്ടന്റ് അവർ ഫാമിലിയുടെ, അവർക്കൊക്കെ ഉണ്ടാവുന്ന മനോദുഃഖം അതുപോലുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്താണ് അതിന്റെയൊക്കെ വാല്യൂ എന്ന് നിങ്ങൾക്കറിയും. ഒന്നാമത് അവരുടെ ഫാമിലിയിൽ അവരുടെ ഫാമിലിയുടെ ഹെഡ് മരിച്ചു. ഇത് പിന്നെയും കുത്തിക്കീറി തിന്നുന്ന പരിപാടിയാണ് ഈ ഇതുപോലുള്ള ചില യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തുക. ഉള്ള കാര്യങ്ങൾ ആരൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു വളരെ ദുഃഖകരമായ സാഹചര്യത്തില് പലപ്പോഴും ഞാൻ പല ആൾക്കാരിൽ നിന്നും മറ്റും എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും മറ്റും അറിയുന്നുണ്ടായിരുന്നു. ഇവിടെ യൂട്യൂബിലായിട്ടും അതുപോലെ തന്നെ TV മുഖ്യധാര TVകളെല്ലാം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിന്റ് മീഡിയയും അതേപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ചില നൂറുകണക്കിന് യൂട്യൂബേഴ്സ് ഉണ്ട്. അതല്ല, ചിലര് വിരലെണ്ണാവുന്ന ചില യൂട്യൂബ് പ്രൊമോട്ടേഴ്സ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ നെഗറ്റീവായിട്ടാണ് ഇവര് ന്യൂസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ നെഗറ്റീവ്, മനുഷ്യനെ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഈ യൂട്യൂബേഴ്സ് ഇതുപോലുള്ള ഈ വിരലെണ്ണാവുന്ന വൃത്തികെട്ട മെസ്സേജുകളും ന്യൂസുകളെല്ലാം
പ്രചരിപ്പിക്കുന്ന ഇവരോട് എനിക്ക് പറയാനുള്ളത്, എന്തിനാ നിങ്ങൾ ഒരു ആളെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്ന് ചോദിക്കും. ഇത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഓഫ്റ്റൻ ഇറ്റ് സെഡ് ദാറ്റ് ദ ഫാൾക്കൺ ആൻഡ് സ്കാവഞ്ചിങ് ബേർഡ്സ് സർവൈവ് വിത്ത് ഫീഡിങ് ഓൺ ദി വാട്ട് ഈസ് ഡെഡ്. അപ്പോൾ അതാണ് അതിന്റെ കാര്യം. നിങ്ങൾ വെറുതെ ഈ കഴുകന്മാരെ പോലെ മരിച്ചുപോയ ഒരു ഡെഡ് ബോഡിയെ തിന്നുന്ന ആ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നിർത്തുക കേട്ടോ. അതല്ലേ അതിന്റെ ഉചിതം. ഞങ്ങൾക്കിത് സൈബർ സെല്ലിലോ അല്ലെങ്കിൽ അവിടെയോ കൊണ്ട് കൊടുക്കാവുന്ന, പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ താല്പര്യമില്ല. കാരണം ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഏത് തരത്തിലുള്ള ന്യൂസുകൾ ഇട്ടാലും അത് നമ്മളെ സംബന്ധിച്ചത് ബാധകമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അറിയാവുന്നവർക്ക് അവർക്കറിയാം. ഇങ്ങനെയുള്ള ന്യൂസുകൾ, പത്രത്തിൽ നിന്നും വരാത്ത ന്യൂസ്, പത്രത്തിൽ നിന്ന് കറക്റ്റായിട്ട് സത്യസന്ധമായ ന്യൂസുകളല്ലാതെ വേറെ ഒന്നും ഇടാൻ പാടില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് എങ്ങനെയോ ഇതിന് നെഗറ്റീവിലേക്ക് ആക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്ന ആ ഒരു നല്ലൊരു രീതിയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. ഞാനിത് റിക്വസ്റ്റ് ചെയ്യണമല്ല. യു ഹാവ് ഓൾ ലിബർട്ടി, യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്. പക്ഷെ ഞാൻ ഇതാണ് പറയുന്നത്. പിന്നെ പലരും പറയുന്നുണ്ട് അവിടുത്തെ പൈസ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പൈസ, അതുപോലെ തന്നെ മറ്റേയാളെ വെറ്റിച്ചുണ്ടാക്കി. ഇവിടെ ഒരു പറ്റിക്കലും ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അങ്ങനെ കമ്പനിയിൽ അങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയ ഈ ജോസഫ് എന്ന് പറഞ്ഞ ആള് ഈ കമ്പനിയിൽ ഉണ്ടാവില്ല. ബിക്കോസ് ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോ എങ്ങനെയുള്ളൊരു കള്ളക്കടത്ത് കമ്പനിയാണെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ ഉണ്ടാവില്ല, ഡെഫിനറ്റ്ലി. അത് എന്റെ പ്രിൻസിപ്പിളാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും അങ്ങനെ കള്ളക്കടത്ത് പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വന്നിട്ട് കാണിച്ചു തരൂ. അതിനെന്താ പ്രൂഫ് കൊണ്ടുവന്നു തരൂ. വെറുതെ ഇങ്ങനെ ഈ ഒരു മരിച്ചുപോയ ആളെ ഇതിനും വേണ്ടും അപകീർത്തിപ്പെടുത്തുന്നതിൽ നിങ്ങൾക്ക് എന്തായിരിക്കും അതിൻ്റെ അകത്തുണ്ടാവുന്ന ഒരു മാനസികമായ ഒരു സന്തോഷം അല്ലേ? അപ്പൊ അതെല്ലാം നിർത്തുക. എന്റെ ക്ലയൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഡോണ്ട് വറി, ബി ഹാപ്പി, വി ആർ വിത്ത് യു. അവർ എല്ലാ വർക്കുകളും അതേപോലെ തന്നെ എന്ന് ഒരു 15-20 വർഷമായിട്ട് നടക്കുന്ന അതേ സ്ട്രെങ്ത്തിലും അതേ ഫോഴ്സിലും അതേ കപ്പാസിറ്റിയിലും പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്കും അതിൻ്റെ അകത്ത് ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.